സിനിമയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും നമ്മൾ ഇങ്ങനെ നിന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്രയും പറ്റാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് റിയാക്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു നിയമപരമായിട്ട് ഞാൻ പരാതിക്കില്ല, പക്ഷെ സിനിമ ഇൻസൈഡ് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിലപാടില്ലാത്തുള്ള ഇത് പിന്നെ പോയി വരുമ്പോഴത്തേക്കിനും ആൾക്കാർക്ക് ഫസ്റ്റ് ആരാ ആളെന്ന് അറിയണം. അതറിഞ്ഞപ്പോൾ പരാതി കൊടുത്തു എന്ന് അറിയണം. അത് കൊടുത്തപ്പം പോലീസിൽ പരാതിപ്പെട്ടോ എന്ന് അറിയണം. സോ ഇവരുടെ ക്വസ്റ്റ്യൻസ് നിൽക്കില്ല, ഇവരുടെ പെർസ്പെക്റ്റീവ്സ് നിൽക്കത്തില്ല. ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്റെ പ്രൈവസി എവിടെയെങ്കിലും നഷ്ടപ്പെടുന്നോ അങ്ങനെ തോന്നുന്നുണ്ട്? പ്രൈവസി അത് ബാധിച്ചു. കാരണം ആ ഒരു ഇഷ്യൂ നടന്നപ്പോഴത്തേക്കിനും ലോട്ട് ഓഫ് മീഡിയ നമ്മുടെ വീട്ടിലോട്ട് വന്നു. ഡ്രൈവറിന്റെ മോളായിട്ട് വന്നതല്ലേ ബിൻസി? അന്ന് അങ്ങനെ പലരും ചോദിക്കുമ്പോൾ ബിൻസിക്ക് അതൊരു ഇതുപോലെ ഡ്രൈവറിന്റെ മോൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ ഇങ്ങനെ എന്നൊക്കെ. ഡ്രൈവറിന് പറ്റില്ല, ഡ്രൈവറിന്റെ മോൾക്ക് എന്താ പറ്റിക്കൂടെ? ഈ ഒരു ഇഷ്യൂവിന് ശേഷം പറയുന്നതാണ് സിനിമയിൽ കിട്ടാൻ സാധ്യത എന്ന് പറയുന്നു. കുറേ കമന്റ്സ് വരുമ്പോഴത്തേക്കിനും ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഈ ഡ്രൈവറിനെയാണ്, എൻ്റെ അപ്പനെയാണ്. അതായത് പുള്ളി ഫ്രം വേർ നമ്മൾ ഇത്ര വളർത്തിയെടുത്തുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെപ്പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ളപ്പോൾ നിങ്ങളുടെ ഒരു സ്പേസ് അവിടെ എവിടെയെങ്കിലും കുറഞ്ഞു പോണു അങ്ങനെ ഒരു ഇത്? കാരണം ഒരുപാട് പേരാണല്ലോ, ആൾക്കാർക്ക് എപ്പോഴും ജഡ്ജ് ചെയ്യാം. സിനിമയിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയി, സോ ഷീസ് മീൻ, അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ ഫീൽഡ് ആയി, അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആയി. വാട്ട് ഇഫ് അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ സക്സസ്ഫുൾ, അവരുടെ മെന്റാലിറ്റിയിൽ അവർ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ഏരിയാസിൽ അവർ സക്സസ്ഫുൾ ആണെങ്കിലോ? ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബി വിത്ത് റിമിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം നമ്മുടെ വിൻസി കുട്ടിയാണ്. ഹായ് വിൻസി, സുഖമായിട്ടിരിക്കുന്നല്ലോ? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് വിൻസി. വിൻസിയുടെ ആക്ടിങ് വളരെ നാച്ചുറൽ ആണ്. ഏത് ക്യാരക്ടർ പ്ലേ ചെയ്യുമ്പോഴും ഒരു ആക്ടർ അഭിനയിച്ച് നിങ്ങളത് ചെയ്യുകയാണ്, ബട്ട് സ്റ്റിൽ വിൻസി പ്ലേ ചെയ്യുമ്പോൾ വളരെ നാച്ചുറൽ ആയിട്ട് ആ ക്യാരക്ടർ ഓരോ ക്യാരക്ടർ സ്വിച്ച് ചെയ്യുമ്പോഴും ഭയങ്കര നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിങ് ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് തോന്നാറുണ്ട് എപ്പോഴും. ഓക്കെ, വിൻസിയുടെ ഏറ്റവും പുതിയ റിലീസ് സൂത്രവാക്യമാണ്. അത് ഈ 30th തന്നെ റിലീസാവും അല്ലേ? ഓക്കെ, സൂത്രവാക്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഇക്വേഷൻ ആണ് അല്ലെ, ഒരു സക്സസിലേക്കുള്ള ഒരു ഇക്വേഷൻ എന്ന് തന്നെ പറയാം. വിൻസി ഇത്രയും ഒരു എന്താ പറയാ, ഒരു അഭിനയ പാരമ്പര്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹെറിഡിറ്ററി ഇതായിട്ട് ഒന്നുമുള്ള ഒരാളല്ല, ബട്ട് സ്റ്റിൽ ഇത്രയും നല്ല ബാക്ക് ടു ബാക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ പറ്റി. നല്ല ഞാൻ ഈ പറഞ്ഞ പോലെ പവർഫുൾ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ പറ്റിയതിൻ്റെ പിന്നിൽ എന്തായാലും വിൻസി ഫോളോ ചെയ്യുന്ന ഒരു സൂത്രവാക്യം, ആ ഒരു ഫോർമുല അതെന്തായിരിക്കും? ഇല്ല, അങ്ങനത്തെ ഫോർമുലാസ് ഒന്നും ഇല്ല. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കില്ല, എന്തെടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളത്. അതേ ഫോളോ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ നോക്കും ടെക്നീഷ്യൻസ് ആരൊക്കെ ആയിരിക്കും, അപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളത് വരുമ്പോൾ എടുക്കും എന്നുള്ളതാണ്. പിന്നെ ഒരു സ്റ്റേജിലും നമ്മുടെ ഐഡിയോളജി മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ഐഡിയോളജിക്ക് മാച്ച് ചെയ്യുന്ന വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും ആ കൈൻഡ് ഓഫ് സിനിമയിലോട്ട്. അത് അങ്ങനത്തെ ക്യാരക്ടറിലോട്ട് അട്രാക്റ്റഡ് ആവുന്നു, എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സിനിമയിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അതായത് ഇപ്പം പ്രത്യേകിച്ചും നമ്മൾ ഫേസ് ടു ഫേസ് നിന്ന് നമ്മൾ അഭിനയിക്കുന്നു, നമ്മൾ അങ്ങനെയാണല്ലോ ഇൻഡസ്ട്രി. ബാക്കി ഏത് ജോലിയാണെങ്കിലും നമ്മൾ പോയി നമ്മുടെ ജോലി ചെയ്തിട്ട് വരുന്നു, നമ്മൾ മറ്റൊരാളെ ഫേസ് ചെയ്തിട്ടല്ല. ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തൽ വാങ്ങൽ, കാരണം നമ്മുടെ കൂടെയുള്ള കോ ആക്ടേഴ്സ് പല സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ ആക്ട് ചെയ്ത് പോകുന്നതൊക്കെ. അപ്പം ഇത്തരത്തിൽ നമ്മളൊരു പോളിസി ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് പൊതുവായിട്ട് ഞാൻ ചോദിക്കും, ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഈ നമ്മുടെ ഐഡിയോളജി അല്ലെങ്കിൽ നമ്മുടെ സെയിം ആയിരിക്കണം എന്നില്ല മറ്റൊരാൾ ഫോളോ ചെയ്യണത്. പക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മളിങ്ങനെ ആക്ടിങ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അത് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഐ മീൻ അങ്ങനെയല്ല, ഇപ്പം ഞാൻ കാരണം ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഫോളോ ചെയ്തു വരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല സിനിമകളാണെങ്കിലും ഇപ്പം ഞാൻ വന്ന വഴിയല്ല വേറൊരാൾ വന്നെത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് ഇൻ ബിറ്റ്വീൻ. അങ്ങനത്തെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സിൽ എനിക്ക് സിനിമ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇറ്റ് ഹാപ്പൻസ്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ലേൺ ചെയ്ത് മറ്റുള്ളവർ ഒരു ഇങ്ങനെയല്ല അപ്രോച്ച് ചെയ്യേണ്ട, സിനിമേനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാനെന്ത് ഗ്രാസ്പ് ചെയ്യുന്നു അത് വെച്ചിട്ടല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായും. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് നമ്മൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കതിനൊരു അടിസ്ഥാനം ഉണ്ടാവില്ല. ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോഴായിരിക്കും നമുക്കതൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ്. അപ്പം അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് പേരായിട്ട് ഉണ്ടാവാറുണ്ട്, ഡയറക്ടർമാരായിട്ട് ഉണ്ടാവാറുണ്ട്, പല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രീനെ ശരിക്കും നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലേ? ഇല്ല, ലെറ്റ്സ് ഗോ ത്രൂ ഇറ്റ്. ആണോ? എന്നാലല്ലേ നമുക്കതിൻ്റെ ഒരു ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളത് ധൈര്യപൂർവ്വം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മിസ്റ്റേക്സ് ഉണ്ടാക്കും, മേ ബി സംടൈംസ് ചില സെറ്റുകളിൽ നമ്മൾ പ്രശ്നകാരികളാവും, നമ്മൾ വോയിസ് റേസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കും തെറ്റ്. അഡ്മിറ്റ് ഇറ്റ്, ഗോ ത്രൂ ഇറ്റ്. എന്നാലേ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുമ്പം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു ഇപ്പം ഈ പറഞ്ഞ പോലത്തെ ആണെങ്കിൽ ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ മാറുക എന്ന് പറയുന്നത് കുറച്ചൊരു റിസ്കിയാണ്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യമല്ലേ? ഏതിൽ മാറാൻ? അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പം സെറ്റിൽ എല്ലാവരും തമ്മിൽ നമ്മൾ കംഫർട്ടബിൾ ആവണം എന്നില്ല എന്നൊക്കെ. അപ്പൊ നമ്മൾ അത് ഗോ ത്രൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് അതിന്റെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ഇതല്ല. അല്ല, അവിടെയാണ് പ്രശ്നം വരുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഈ ഒത്തുതീർപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു റുട്ടീനായി പോകും, പിന്നെ എല്ലായിടത്തും ഒത്തുതീർപ്പായി പോകും. സോ അറ്റ്ലീസ്റ്റ് നമുക്ക് അത്രയും പറ്റാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് റിയാക്ട് എന്നുള്ളതാണ്. ആ റിയാക്ഷൻ കൊണ്ട് നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാവും. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനം വിട്ടുപോവാതെ കീപ്പപ്പ് ചെയ്യാൻ പറ്റും. വേറെ പലതും നഷ്ടപ്പെട്ടു. എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാം കൂടെ ഒരിക്കലും നമുക്ക് കിട്ടില്ല. ചിലത് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഞാൻ സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് സംടൈംസ് സിനിമയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും നമ്മൾ ഇങ്ങനെ നിന്ന് കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര ഭീകരമായിട്ടെന്നല്ല, ചിലതിലൊക്കെ നമ്മൾ ചില ഗ്രൂപ്പ്സിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ പല സിറ്റുവേഷനിലൂടെയും പോയിട്ടുണ്ട്. അവിടെയൊക്കെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി. നമ്മൾ അടിയറവ് വെക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. എന്നുവെച്ചാൽ പല ഗ്രൂപ്പിലും കയറി പറ്റാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്ട്രഗ്ലിംഗ് ആണ്. ഒന്നിൽ കയറി പറ്റി ഒരു ഹിറ്റ് ഉണ്ടായി, ഹിറ്റ് എന്നല്ല, ഒരു ക്യാരക്ടർ സക്സസ് ആയി, നെക്സ്റ്റ് ഇത് ഇവിടെ നിൽക്കുന്നില്ല ഈ ഓട്ടം. അങ്ങനെ ഓടിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ ഇനി സെൽഫ് റെസ്പെക്ട് വിട്ട് കളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എല്ലാവരും അതെ, അത് ഏതിലാണെങ്കിലും നമ്മള് നമ്മുടെ മിസ്റ്റേക്സിലൂടെയാണ് പലതും പഠിക്കുന്നത്. ഞാൻ ഇനിയും മിസ്റ്റേക്സ് എന്റെ ഭാഗത്തുനിന്നുണ്ടാവും, പക്ഷെ വൺസ് ഐ ലേൺഡ് ഇറ്റ് റിപ്പീറ്റ് ചെയ്യാതെ മാക്സിമം ശ്രമിക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ അത് ഏത് ജോലിയിലാണെങ്കിലും നമ്മളെല്ലാം പഠിച്ചിട്ട് എത്ര വലിയ ഫസ്റ്റ് റാങ്കിൽ വന്നിരുന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അബദ്ധങ്ങളൊക്കെ പറ്റിയെന്ന് വരാം. പക്ഷെ അതിലൂടെ കണ്ണു തുറന്ന് നമുക്ക് ആ മിസ്റ്റേക്സ് മനസ്സിലാക്കി ആ ഒരു തിരിച്ചറിവിലാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ വിൻസി പറഞ്ഞ പോലെ ആ ഒരു സർവൈവൽ അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ഇന്നിപ്പം ഒരു ഷെൽ ലൈഫ്, നിങ്ങളുടെ ഒരു ആക്ടേഴ്സിൻ്റെ ഒരു ഷെൽ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ആണുങ്ങൾക്കാണെങ്കിലും ഫീമെയിൽ ആക്ടേഴ്സിനാണെങ്കിലും ഇതെല്ലാം ഇന്ന് ശരിക്കും ഒരു ഒരു കോമ്പറ്റീഷൻ തന്നെ ഫീൽ ചെയ്യും. കാരണം ഒരുപാട് ആക്ടേഴ്സിന് സറൗണ്ടഡ് ആണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ അത് എപ്പോഴെങ്കിലും മിൻസിക്ക് ഒരു ചാലഞ്ച് ആയിട്ടോ ഒരു കോമ്പറ്റീഷനോ എങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഐ സ്ട്രോങ്ലി ബിലീവ്, ഇനീഷ്യലി എൻ്റെ മൈൻഡ് സെറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് വേറൊരാൾ വേണ്ടാന്ന് വെക്കുന്ന മൂവി എനിക്ക് വരുന്നു, അതിൽ എനിക്ക് സക്സസ് കിട്ടുന്നു. അതുപോലെ ഞാൻ വേണ്ടാന്ന് വെക്കുന്ന മൂവി വേറൊരാൾക്ക് സക്സസ് ആവുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് വരാൻ വിധിച്ചത് വരും, പോകേണ്ടത് പോവും. നമ്മുടെ ജേർണി നമ്മുടേത് മാത്രമാണ്. അതിൽ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. ആൻഡ് ഈ കോമ്പറ്റീഷൻ കൊണ്ട് പോയിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈഫിലെ ഏത് മേഖലയാണെങ്കിലും, അത് സിനിമയാണെങ്കിലും വേറെ എന്ത് മേഖലയാണെങ്കിലും നമ്മളെ വേറൊരു തലത്തിൽ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിപ്പം ലൈഫിൽ സക്സസ് ആവുക എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്ര പേര് സൂപ്പർ സ്റ്റാർസ് അല്ലാത്തവരുണ്ട്, അവരൊക്കെ തോറ്റവരാണോ? അല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി വാട്ട്സ് എ സക്സസ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്? ലൈഫിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്തും അതനുസരിച്ച് പിന്നെ ജീവിക്കുന്നിടത്തുമാണ് ഐ ബിലീവ് ദാറ്റ്സ് സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ അപ്പം ദ ജേർണി യുണീക്ക് ആയിരിക്കും ഓരോരുത്തരുടെയും. ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, വേറൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, അതുപോലെ എത്താനല്ല അതെല്ലാം ശ്രമിക്കേണ്ടത് എനിക്ക് തോന്നുന്നു. ഒരു യുണീക്ക് ജേർണി ഉണ്ട് ഓരോരുത്തർക്കും. ഇപ്പം ചേച്ചി പഠിക്കുന്നതായിരിക്കില്ല ഞാൻ എൻ്റെ ലൈഫിൽ പഠിക്കുന്നത്.
സോ ആ ജേർണി ആ യുണീക്നെസ് അവിടെ ഉണ്ടാവുന്ന ഇനീഷ്യലി ഐ ഹാഡ് ദാറ്റ് കോമ്പറ്റീഷൻ മൈൻഡ് ഡെഫിനറ്റ്ലി എന്ന് വെച്ചാൽ എനിക്ക് എവിടെ എത്തണം ദ ടോപ്പ് മോസ്റ്റ് ആവണം എന്നൊക്കെ ഉള്ളൊരു ഗ്രാജുവലി അതൊന്നുമല്ല കഥ എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടും. പക്ഷേ എന്നാലും പണ്ടൊക്കെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെ സംസാരിക്കാം, കുറച്ച് ആക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഇപ്പോൾ ഫീമെയിൽ, ഇപ്പോൾ ശോഭനേച്ചാണെങ്കിലും ഉർവശി ചേച്ചിക്കാണെങ്കിലും അവർ എത്രയോ സിനിമകളിൽ പല പല കഥാപാത്രങ്ങളായിട്ട് നമ്മൾ അവരെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വരുമ്പോഴത്തേക്കും നിങ്ങളെപ്പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ളപ്പോൾ നിങ്ങളുടെ ഒരു സ്പേസ് അവിടെ എവിടെയെങ്കിലും കുറഞ്ഞു പോണു അങ്ങനെ ഒരു ഇത്? കാരണം ഒരുപാട് പേരാണല്ലോ അഭിനയിക്കാൻ. അപ്പോൾ ഈ ഒരു സിനിമയിൽ വിൻസി അല്ലെങ്കിൽ വേറൊരാൾ അവിടെ ആവുകയാണ്, അങ്ങനെ ഒരു ഉണ്ടാവുമായിരിക്കും. റിയാലിറ്റി മൈറ്റ് ബി ഡിഫറെൻറ്റ്. പക്ഷേ ഞാനിതിൻ്റെ വേറൊരു റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കിയത് പലരും സിനിമയിൽ, ഇപ്പം എസ്പെഷ്യലി ഫീമെയിൽസ് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ അവരുടെ ഇപ്പം ഈ പറയുന്ന ലൈഫ് സ്പാൻ ഇല്ലാതായി പോകുന്നു എന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. വാട്ട് ഇഫ് അവരത് ചൂസ് ചെയ്തതാണെങ്കിലോ, നമുക്ക് ഈ ഒരു മേഖല വേണ്ട എന്ന് പറഞ്ഞവർ മാറി നിന്നതാണെങ്കിലോ? ഓക്കെ, അങ്ങനെയും സംഭവിക്കാലോ. അതെ. സോ കുറെ പേര് ഇതിൽ തന്നെ മുന്നോട്ട് പോകുന്നവരുണ്ട്. ദാറ്റ്സ് ദെയർ വിൽ പവർ ആൻഡ് വാട്ട് ദെയർ, അതൊരു വിൽ പവറും വേറൊരു രീതിയിലുള്ള ഒരു സക്സസ്സും ആണ്. പക്ഷെ കുറെ പേര് നമ്മൾ പറയും, ഓ എന്ത് നല്ല നടിയായിരുന്നു, അവര് മുന്നോട്ട് പോയില്ലല്ലോ. ഇപ്പം ഫാമിലി ആയിട്ട് ചിലപ്പോൾ അവർക്ക് ഫാമിലിയാണ് വലുതെങ്കിലോ, മോർ ദാൻ സിനിമ അവരുടെ സക്സസ് ഒരു ഫാമിലി നടത്തി കൊണ്ടുപോകുന്നതാണെങ്കിലോ. സോ ഞാൻ അങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്. ഇപ്പം എനിക്ക് എന്താ നെക്സ്റ്റ് എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്റെ ഇഷ്ടങ്ങൾ എനിക്കറിയാം. എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്കൊരു ഫാമിലി ഉണ്ടാവണം എന്ന് ഇഷ്ടമുണ്ട്. അപ്പം അതില് ഇപ്പം സിനിമേനെക്കാട്ടി മേ ബി ഫാമിലി ആയിരിക്കും എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. സോ ആ ഇൻട്രസ്റ്റ് ഞാൻ എൻ്റെ ലൈഫിൽ മര്യാദയ്ക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഫോർ മീ ദാറ്റ്സ് ദ സക്സസ്. അല്ലേ? ഓരോരുത്തരുടെയും ഡിഫറെന്റ് അല്ലേ? ആൾക്കാർക്ക് എപ്പോഴും ജഡ്ജ് ചെയ്യാം. ഓ സിനിമയിൽ ഫീൽഡ് ഔട്ട് ആയി, സോ ഷീസ് മീൻ, അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ ഫെയിൽഡ് ആയി, അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആയി. വാട്ട് ഇഫ് അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ സക്സസ്ഫുൾ, അവരുടെ മെന്റാലിറ്റിയിൽ അവർ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ഏരിയാസിൽ അവർ സക്സസ്ഫുൾ ആണെങ്കിലോ? ഓക്കെ. അങ്ങനെ വിൻസിയുടെ ഒരു ലൈഫ് ഇതിൽ കാണുന്നുണ്ടോ? കുറച്ച് നാള് ഞാൻ ഇത്ര അങ്ങനെ ഒരു ബോർഡർ ലൈൻ എന്തെങ്കിലും ഇപ്പൊ മനസ്സിൽ വെക്കുന്നുണ്ടോ? സിനിമയിൽ ഇത്ര നാൾ, സിനിമയിൽ എനിക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, എൻ്റെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യുക, അതുപോലെ എനിക്ക് ഫാമിലി ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. ആൻഡ് ഞാൻ പഠിച്ച ജോലിയുണ്ട് ആർക്കിടെക്ചർ, അതുപോലെ കുഞ്ഞു കുഞ്ഞു വീടുകൾ പണിയുക എന്നുള്ളത് എൻ്റെ മൈൻഡിലുള്ളതാണ്. സോ ഇതൊക്കെ എൻ്റെ ഏരിയാസ് ആണ്. പിന്നെ സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു മേഖല, അതാണ് ഏറ്റവും അൾട്ടിമേറ്റ്. ഏത് മേഖലയിലാണെങ്കിലും ഇപ്പം എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഐ എം ലേണിംഗ് ഫ്രം ഇറ്റ്. തീർച്ചയായിട്ടും കുറേ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവും, അതിൽ ഐ എം ലേണിംഗ് ഫ്രം ഇറ്റ്. ആൻഡ് ഫാമിലി ആയിട്ട് ഒത്തിരി എന്താ പറയാ, നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം ഇൻ ഫ്രണ്ട് ഓഫ്, എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോഴത്തേക്കും ആളുകളുടെ മുന്നിൽ വെരി പ്ലസന്റ് ആയിരിക്കും. ബട്ട് ഇൻസൈഡ് മൈ ഫാമിലി ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ മനസ്സിലായോ? സോ എൻ്റെ പേഴ്സണൽ എല്ലാ മേഖലയിൽ നിന്നും, ഫാമിലി ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഓർ സിനിമ ആയിക്കോട്ടെ, എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ് അറ്റ് ദി എൻഡ് എല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്. എല്ലാ ഏരിയാസും അൾട്ടിമേറ്റ്ലി എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പൊ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്കത് ഒരു എവിടെയോ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്ന പോലെ തോന്നാറില്ലേ? കാരണം നിങ്ങൾ എന്തു പറഞ്ഞാലും ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ, ബീങ് എ സെലിബ്രിറ്റി, നിങ്ങൾക്ക് ഒരു പൊതുവെ നമുക്ക് എന്തൊരു കാര്യത്തിനോട് ഒരു ഒപ്പീനിയൻ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് അവിടെ പറഞ്ഞു പോയാൽ, പബ്ലിക്കലി പറഞ്ഞു പോയാൽ, നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം ഒരുപക്ഷെ അത്. പക്ഷെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത് വിൻസി എന്ന് പറഞ്ഞൊരു ആക്ടറിനെയാണ് അവരവിടെ കാണുക, സെലിബ്രിറ്റീനാണ് അവർ കാണുക. ഓക്കെ, ഈ സെലിബ്രിറ്റി ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങളുടെ ആ പേഴ്സണൽ അഭിപ്രായത്തിനെ പോലും ആൾക്കാർ മാനിക്കുന്നില്ല. അവിടെയൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ അല്ലാതാവേണ്ടി വരുന്നു അങ്ങനെ ഒരു ഇനീഷ്യലി ഞാൻ എങ്ങനത്തെ ഒരാളായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം റീസെന്റ് എൻ്റെ ഇഷ്യൂന് പോലും ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞപ്പോഴത്തേക്കിനും അതൊരു വേറൊരു പ്രോഗ്രാമിൽ പോയി പറഞ്ഞതാണ്. ആ നിലപാട് പറഞ്ഞ് അത് പിന്നെ വൈറലാവുന്ന മീഡിയാസ് ടേക്കപ്പ് ചെയ്തു. അത് ടേക്കപ്പ് ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ നോക്കുന്നത് അതിൻ്റെ ഇടയിലത്തെ കമന്റ്സ് ആണ്. എൻ്റെ മെന്റാലിറ്റി ഫസ്റ്റ് പോയത് കമന്റ്സിലോട്ടാണ്. അപ്പൊ കമന്റ്സിൽ പലതരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് ആണ്. ആൻഡ് ഓക്കെ, അപ്പം ആ പെർസ്പെക്റ്റീവ്സ് കണ്ടപ്പോഴാണ് ഐ തോട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി കൊടുക്കണം, ഇത് ഇങ്ങനെയല്ല. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യുന്നു. ആൻഡ് അത് ടേക്കപ്പ് ചെയ്തപ്പോഴത്തേക്കിനും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പം
ഇത് പിന്നെ പോയി വരുമ്പോഴത്തേക്കിനും ആൾക്കാർക്ക് ഫസ്റ്റ് ആരാ ആളെന്ന് അറിയണം. അതറിഞ്ഞപ്പോൾ പരാതി കൊടുത്തോന്ന് അറിയണം. അത് കൊടുത്തപ്പം പോലീസിൽ പരാതിപ്പെട്ടോന്ന് അറിയണം. സോ ഇവരുടെ ക്വസ്റ്റ്യൻസ് നിൽക്കത്തില്ല, ഇവരുടെ പെർസ്പെക്റ്റീവ്സ് നിൽക്കത്തില്ല. ഇനി ഞാനത് പരാതിപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ പറയാ, ഞാൻ പറഞ്ഞു നിയമപരമായിട്ട് ഞാൻ പരാതിക്കില്ല, പക്ഷെ ഇൻസൈഡ് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിലപാടില്ലാത്തവളായി. അതുവരെ നിലപാടുകാരിയായി ഞാൻ നിലപാടില്ലാത്തവളായി. അപ്പൊ ഇവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അപ്പൊ ഈ ആൾക്കാർ അല്ലെങ്കിൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവർക്ക് ഇത് അറിയണം, ദേ വോണ്ട് ടു നോ. അപ്പൊ നമ്മളിത് അവരെ ഫീഡ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് തീരെയില്ല. അത് ഞാൻ ഈ ഒരു റീസെന്റ് ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുപോലെ എൻ്റെ നിലപാടുകള് എനിക്കിപ്പം മനസ്സിലായ കാര്യം, എൻ്റെ നിലപാടുകൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് എന്നെയാണ്. വിൻസി ഒരു നിലപാട് എടുത്തിട്ടുണ്ട്, അതിൽ നീ നിൽക്ക്, മറ്റുള്ളവർ പ്രൂവ് ചെയ്യണമെന്ന് പോലും ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ. സംടൈംസ് ഇത് ഹെൽപ്പ് ചെയ്യും, ഒത്തിരി പേരെ വരുന്ന വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഹെൽപ്പ് ചെയ്യും, ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ആ ഒരു കോഴ്സിൽ നല്ലതാണ് ഞാൻ ചെയ്തെന്ന് വെക്കാം. അല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ പുറത്ത് പറയേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് പോലും ഞാനിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇനിയൊന്നും ഞാൻ ഇനി ചെയ്യില്ല. മീഡിയയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം പല രീതിയിലും നിങ്ങളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യും, ചോദിച്ചുകൊണ്ടിരിക്കും. ടോർച്ചറിങ് എന്നല്ല, ബിക്കംസ് എന്താ പറയാ, പറഞ്ഞുകൊണ്ടേയിരിക്കണം, അവരുടെ ഡൗട്ടുകൾ തീരില്ല. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാതെ ഫോർ മീ ഞാൻ ഇനി എന്തെങ്കിലും ടേക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ ഫോർ എ ഗുഡ് കോസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ. പക്ഷെ അങ്ങനെയൊക്കെ എപ്പോഴും ഉള്ളപ്പോൾ ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എൻ്റെ പ്രൈവസി എവിടെയെങ്കിലും നഷ്ടപ്പെടുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം ആ ഒരു ഇഷ്യൂ നടന്നപ്പോഴത്തേക്കിനും ലോഡ് ഓഫ് മീഡിയ നമ്മുടെ വീട്ടിലോട്ട് വന്നു. അപ്പം പക്ഷെ അവരെന്നോട് കൺസേൺ ചോദിച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും പ്രൈവസി അത് ബാധിച്ചു. ഡെഫിനറ്റ്ലി ഞാൻ അങ്ങനെയും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഇപ്പം നമ്മളൊരെണ്ണം പറയുന്നതായിരിക്കത്തില്ല അവരുടെ അന്നത്തെ ന്യൂസ്. മേ ബി ഞാൻ എല്ലാവരും പറയത്തില്ല, പക്ഷെ കുറേ പേരുടെയൊക്കെ അത് നമ്മൾ എവിടുന്നെങ്കിലും കുറേ മീഡിയാസ് ചെയ്യുന്നത് എവിടുന്നെങ്കിലും ഒരു ന്യൂസ് കിട്ടി അപ്പോൾ അത് ആൾക്കാരിലോട്ട് ഇട്ടെടുക്കും. അവർ ചെക്ക് ചെയ്യുന്നില്ല ആ ഒരു ന്യൂസിന്റെ എന്താ പറയാ സത്യസന്ധത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കത്തില്ല. അവരെവിടുന്നെങ്കിലും കേട്ടാൽ അതപ്പം ആൾക്കാരിലോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ. പറഞ്ഞതും ആയിരിക്കില്ല, അവിടുന്ന് എന്തൊക്കെയോ വാക്കുകൾ മാത്രം എടുത്തിട്ടെന്നുള്ള രീതിയിൽ അല്ലേ? ഓക്കെ. ഒരു വിൻസി ഈ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ അന്നേരം എല്ലാവർക്കും ആഗ്രഹം മഞ്ജു ചേച്ചിയെ പോലെയാണ്. അന്നേരം മഞ്ജു, നവ്യ, മീര ഇവരൊക്കെ ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എനിക്ക് അവരെ പോലെ എത്തണം, അവരിതേ സ്റ്റേറ്റ് അവാർഡ് വാങ്ങി, എനിക്ക് അങ്ങനെ അവരുടെ പോലെ എത്തണം. അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടിയാണോ വിൻസി ഈ ഇൻഡസ്ട്രിയിലേക്കും സിനിമയിലേക്കും ഒക്കെ വന്നത്? ഉണ്ട്. അങ്ങനെ പാർവതി ചേച്ചിനെ ഞാൻ കുറെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പൊ റീസെന്റ് ഉർവശി ചേച്ചി ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ. എന്നിട്ട് ഇപ്പം വന്നു, വളരെ ഭാഗ്യമാണ് വിൻസിയുടെ, വന്നു കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കയ്യിലേക്ക് സ്റ്റേറ്റ് അവാർഡും ഫിലിം ഫെയർ അവാർഡും ഒക്കെ നല്ലൊരു ആക്ട്രസിന്, ബെസ്റ്റ് ആക്ട്രസിന് കിട്ടുകയാണ്. ചില ആൾക്കാർ എപ്പോഴും ഇങ്ങനത്തെ ഒരു അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ ചോദിക്കാം, ഈ ഒരു അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബാധ്യതയാണോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൂടിയോ എന്നാണ് അന്നേരം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാൻ അതിനെ വേറെ രീതിയിൽ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഇത് കിട്ടിയപ്പം ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തോന്നിയോ? കാരണം നമ്മളിത് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഡെഫിനറ്റ്ലി ഭാഗ്യമാണ്, ഒരു ബോണസ് ആണ്. ഒരു ജേർണിയില് നന്നായി പോകുന്നുണ്ടെന്ന് പറയുന്ന ഒരു സന്തോഷം, ഒരു അപ്രിസിയേഷൻ ആണ്. അതിൽ ഒത്തിരി സന്തോഷമുള്ളൂ. ആഫ്റ്റർ ദാറ്റ് പക്ഷെ ഈ പറഞ്ഞ പോലെ മെയിൻ ക്യാരക്ടേഴ്സിലോട്ട് മാത്രം എന്നുള്ളത് ഒരു അങ്ങനെ വരുന്നുണ്ടായിരുന്നു. കുറെ കാലത്തിന് ശേഷമാണ് ഒരു ക്യാരക്ടർ റോൾ ഞാൻ ഈ സിനിമയിലൂടെ സൂത്രവാക്യത്തിലൂടെ ചെയ്യുന്നത്. വെരി ഷോർട്ട് ബട്ട് ഇറ്റ്സ് പവർഫുൾ എന്നല്ല, പവർഫുള്ളേ അല്ല, സറ്റിലാണ്, സറ്റിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഞാൻ ഇതുവരെ ചെയ്യാത്തതിൽ നിന്ന് കുറച്ചൊരു മെച്യൂരിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ അങ്ങനത്തെ അല്ല ഇതുവരെയും ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ അല്ല, കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ ക്യാരക്ടറാണ്. സോ ഒരു ഡിഫറൻസ് ഉണ്ട്. ലുക്ക് വൈസ് ഓൾസോ കുറെ ഡിഫറൻസ് അതിൽ തന്നിട്ടുണ്ട്, കുറെ മുടിയും ആണോ? ഓക്കെ. അത് ഞാൻ എൻജോയ് ചെയ്തൊരു കാര്യമാണ്. അപ്പം ആഫ്റ്റർ എ ലോങ് ടൈം ആണ് ഒരു ക്യാരക്ടർ റോൾ ഞാൻ എടുക്കുന്നത്. ഓക്കെ. ഈ ഒരു ഇതിൽ ഞാൻ വിൻസി പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും എൻ്റേതായിട്ടുള്ള പൊളിറ്റിക്സും എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും എനിക്കുണ്ട് എന്നുള്ളത്. എന്തൊക്കെയാണ് വിൻസിയുടെ പൊളിറ്റിക്സ് എന്ന് വിൻസി ഉദ്ദേശിക്കുന്നത്?
ഇല്ല, അത് ഓരോ സ്റ്റേജിൽ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ഒരു ക്ലാരിറ്റി, ഒരൊറ്റ പോയിന്റിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്ന വരെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ക്ലാരിറ്റി 100% ആയിക്കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് മൈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ എൻ്റെ എത്തിക്സ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഉണ്ട്. ഇപ്പം ചേച്ചീനെ അന്ന് കാണുന്ന ഞാൻ ആയിരിക്കത്തില്ല ഇപ്പോഴത്തെ ഞാൻ, അന്ന് പറഞ്ഞ കാര്യങ്ങളായിരിക്കത്തില്ല ഇപ്പോഴത്തെ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് ഒരു കാര്യങ്ങളുണ്ട്, ഫ്രം മൈ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാണത്. ഉണ്ട്. ഒരു പണ്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡ്രൈവറിന്റെ മോളായിട്ട് വന്നതല്ലേ വിൻസി. അന്ന് അങ്ങനെ പലരും ചോദിക്കുമ്പോൾ വിൻസിക്ക് അതൊരു ഇതുപോലെ ഓക്കെ ഡ്രൈവറിന്റെ മോൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ ഇന്നിപ്പോൾ വിൻസിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. നല്ല ഇങ്ങനെ എനിക്ക് ഇന്ന് ഇത്ര നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. ഇന്നിപ്പോൾ അതേപോലെ തന്നെ ചോദ്യം ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ വളരെ പ്രൗഡായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? ഡെഫിനറ്റ്ലി. ഇനീഷ്യലി നമുക്ക് ഇപ്പം ഞാൻ മിററിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് ചെറുപ്പത്തിൽ അപ്പോൾ ഇങ്ങനെ പറയും, പലരും പറയും, ഇൻക്ലൂഡിങ് അമ്മ വരെ പറയും, അതായത് അതെ ഒരു സാധാരണക്കാരൻ ഡ്രൈവറിന്റെ മോള എന്നിങ്ങനെ പറയും. അതിൽ നിന്നുമാണ് അപ്പൊ അതെന്തൊരു താഴ്ന്നതാണ്, അപ്പൊ അത് നമുക്ക് പറ്റില്ല എന്നുള്ളൊരു റിവെഞ്ച് കയറിയിട്ടാണ് പിന്നെ 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 പോകുന്നത്. പക്ഷെ ഇപ്പം ചിന്തിക്കുമ്പോഴത്തേക്കിനും വേറൊരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ഡ്രൈവർ എന്ന് പറയുന്നത് അത്രയും താന്നൊരു പരിപാടി അല്ല എന്ന് പറയുന്നത്. പക്ഷെ ഇനീഷ്യലി അങ്ങനെയായിരുന്നു, എനിക്ക് എന്റെ മൈൻഡിൽ ഫീഡ് ചെയ്തത് അങ്ങനെയായിരുന്നു. ഡ്രൈവറിന് പറ്റില്ല, ഡ്രൈവറിന്റെ മോൾക്ക് എന്താ പറ്റിക്കൂടെ. പക്ഷെ ഡ്രൈവർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നല്ലൊരു പ്രൊഫഷനാണ്. അപ്പൊ അത് അങ്ങനെ താത്തി കണ്ട സാധനമേ അല്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഐ മീൻ ഇപ്പോഴെന്നല്ല, കുറച്ച് കാലമായിട്ട് ഐ എം അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഇറ്റ്സ് വെരി ഒരു എന്താണെങ്കിലും ഒരു കൂലിപ്പണിക്കാരനെന്ന് വെച്ചാൽ താത്തി കാണേണ്ട കാര്യമില്ല. ആൻഡ് ഇപ്പൊ റീസെന്റ് എന്നോട് കുറെ പേര് ഇപ്പൊ ഈ ഒരു ഇഷ്യൂവിന് ശേഷം പറയുന്നതാണ് സിനിമ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയും. കുറേ കമന്റ്സ് വരുമ്പോഴത്തേക്കിനും ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഈ ഡ്രൈവറിനെയാണ്, എൻ്റെ അപ്പനെയാണ്. അതായത് പുള്ളി ഫ്രം വേർ നമ്മൾ ഇത്ര വളർത്തിയെടുത്തു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എത്ര താഴെ പോവാനും മുകളിൽ പോവാനും ഒരു പേടിക്കരുത് എന്നാണ് എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത്. ഇനി സിനിമയില്ലെങ്കിലും എത്ര വേണമെങ്കിലും ജീവിക്കാനുള്ള വകകൾ ഈ ചുറ്റുപാടും എല്ലായിടത്തും ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് അതിലോട്ട് സറണ്ടർ ആവാനുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രം ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. സോ ഐ എം വെരി പ്രൗഡ്. ഡ്രൈവറിന്റെ മോള. അതെ, ഞാനും അതെ. ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യം, അതിൻ്റെതായിട്ടുള്ള അന്തസ്സും അത് എല്ലാം അങ്ങനെയുണ്ട്. നമ്മൾ ഒന്നിനെയും കുറച്ച് കാണാൻ പറ്റില്ല. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒന്നാണ്. നമ്മുടെ ചില ആൾക്കാരാണ് വൈറ്റ് കോളർ ജോബിന് മാത്രം ഭയങ്കര ഇത് കൊടുക്കുക, ബാക്കിയൊക്കെ ഒന്നുമല്ല എന്നുള്ള ഒരു ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എന്തായാലും വിൻസി വളരെ സ്ട്രോങ്, ചെറുപ്പം മുതലേ വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണോ? അല്ല അല്ലേ? അല്ല എന്നുവെച്ചാൽ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു അഭിനയിക്കാൻ അല്ലെങ്കിൽ ഡ്രാമ അതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ലാത്ത രീതിയിൽ കുറച്ച് ഇൻവോൾവ് ക്യാരക്ടർ ആയിരുന്നു. ഓക്കെ.